ഹായ്, അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ ഊണ് കഴിച്ചിട്ടിരിക്കുകയല്ലേ. 12:30 ആകുമ്പോഴാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഊണ് കഴിച്ചിട്ടിരിക്കുകയാണോ ഊണ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ എന്ന് ഇരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ക്യാരറ്റിൻ്റെ ബാക്കി എടുത്ത് വെച്ചോളൂ, ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കുറച്ച് എടുത്ത് വെച്ചോളൂ എന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ചെറിയ പീസ് പപ്പായയുടെ കഷ്ണമുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റും ഉണ്ട്. അപ്പോൾ ഈ ക്യാരറ്റും പപ്പായയും കൂടി ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ബാക്കി വരുന്ന, ഇപ്പോൾ നമ്മൾ ഒരു കറി ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഒരു വെജിറ്റബിളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പയറോ പരിപ്പോ ഏതെങ്കിലും ചേർത്തിട്ട് മെഴുക്കുവരട്ടിയാക്കാം. നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായയും ക്യാരറ്റും ചേർത്താണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ഇതാ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പപ്പായയുടെ 1/4 ഭാഗം എടുത്തിട്ട് അതും ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക്, സവോള അല്ലെങ്കിൽ ഉള്ളി. ഞാനിപ്പോൾ സവോളയാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ സവോള. നിങ്ങൾക്ക് ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി എടുക്കാം, എളുപ്പം അതാണോ അതെടുക്കുക. പിന്നെ കറിവേപ്പില. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റും പപ്പായയും ഒരു കുക്കറിലേക്ക് മാറ്റാം. ഒരുപാട് വെള്ളം ചേർത്ത് വേവിക്കരുത് കേട്ടോ, അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പച്ചമുളക് ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റിൻ്റെ മധുരം കൂടുതലായിട്ട് നമ്മുടെ മെഴുക്കുവരട്ടിയിൽ നിൽക്കും. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. പപ്പായയ്ക്കും ക്യാരറ്റിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഒരു 1/2 കപ്പിൽ താഴെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇത്രയും വെള്ളം മതി. എന്താണെന്ന് വെച്ചാൽ ഈ കഷ്ണങ്ങളിലേക്ക് വെള്ളം ഒന്ന് പിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം ഒന്ന് മിക്സായി വരണം, ഒരുപാട് വെള്ളം വേണ്ട. ഇത് കണ്ടോ, ഇത്രയും വെള്ളമേ ഉള്ളൂ. ഇത് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം വറ്റിക്കാൻ വെച്ചേക്കാണ്. ഈ സമയത്ത് നമുക്ക് വേറെ പാൻ വെച്ചിട്ട് നമ്മുടെ മെഴുക്കുവരട്ടിയുടെ ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഉള്ളിയാണെങ്കിൽ ഒന്ന് ചതച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ ചതച്ച മുളകാണ് ചേർക്കുന്നതെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കുക. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായയും ക്യാരറ്റും വേവിച്ച് വെച്ചിരിക്കുന്നതിൽ ചെറിയൊരളവിൽ വെള്ളം വേണം കേട്ടോ, എന്നെങ്കിൽ നമ്മുടെ ഈ മസാല നന്നായിട്ട് ആ പപ്പായയിലേക്കൊക്കെ പിടിച്ചു വരുള്ളൂ. അപ്പോൾ ചെറിയൊരളവിൽ മാത്രം വെള്ളം വയ്ക്കുക, ബാക്കിയുള്ളത് നമ്മൾ വറ്റിച്ചെടുക്കുക. പിന്നെ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പപ്പായയ്ക്കൊക്കെ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ സവോളയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് ബ്രൗൺ ആയി തുടങ്ങട്ടെ. ഇപ്പോൾ തന്നെ ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്, അതുകൊണ്ട് കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉള്ളി ചതച്ച് ചേർക്കുകയാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു മെഴുക്കുവരട്ടിക്ക്. പിന്നെ ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാൻ എല്ലാവർക്കും മടി ആയതുകൊണ്ടാണ് ഞാൻ സവോളയിൽ ചെയ്ത് കാണിക്കുന്നത്. സവോള കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ, വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല നമ്മുടെ മെഴുക്കുവരട്ടി കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട് സവോളയുടെ. പിന്നെ നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ഒരു കളറും ഉണ്ടാവും, അതുപോലെ തന്നെ എരിവും ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കായി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. ആ മുളക് പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. വളരെ ഈസി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. നമ്മളിങ്ങനെ 2-3 വെജിറ്റബിൾസൊക്കെ ചേർത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വെജിറ്റബിൾ ഇഷ്ടമല്ലെങ്കിൽ മറ്റുള്ള വെജിറ്റബിൾസ് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അങ്ങനെ കഴിച്ചു പോയിക്കോളും. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം.
കണ്ടോ ചെറിയൊരു നനവുണ്ട് നമ്മുടെ കഷ്ണങ്ങൾക്ക്. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും മതി. ചെറിയൊരു ക്വാണ്ടിറ്റിയൊക്കെ ആവശ്യമുള്ളവർക്ക്, വലിയ ക്വാണ്ടിറ്റി ആവശ്യമുള്ളവർ ഇതിൽ ഇരട്ടിയായിട്ട് എടുക്കുക. ഒരു ഫുൾ ക്യാരറ്റും അതുപോലെ തന്നെ ഹാഫ് പപ്പായൊക്കെ എടുക്കുക. ഞാൻ എടുത്ത പപ്പായ ചെറിയ പപ്പായ കേട്ടോ, വലിയ പപ്പായ അല്ല. ക്യാരറ്റൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, പപ്പായയും കുക്കായിട്ടുണ്ട്. 2 വിസിൽ വരരുത് കേട്ടോ, ഒറ്റ വിസിൽ വരാൻ പാടുള്ളൂ. 2 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ പപ്പായ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മെഴുക്കുരുട്ടി റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചൂടോടുകൂടി കഴിക്കരുത്, ചൂടൊന്ന് മാറിയിട്ട് കഴിക്കാം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ പപ്പായയിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നിരത്തിയിടുക, ആ വെള്ളം വറ്റി വന്നോളും. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല, വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.